മക്കളെ ഫാദി സാറാണേ. എടാ നമ്മൾ 5ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം ഏതാ? നമ്മുടെ സംഖ്യാലോകം അഥവാ നമ്പർ വേൾഡ്. നമ്പർ വേൾഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്ത്? എത്ര ഒരക്ക സംഖ്യകളുണ്ട്, രണ്ടക്ക സംഖ്യകളുണ്ട്, മൂന്നക്ക സംഖ്യകളുണ്ട് കാണുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എത്ര 1 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്നുള്ള കാണുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 സെക്കൻഡ് കൊണ്ട്, ഓക്കെ, 2 ഡിജിറ്റ് അല്ല, 3 ഡിജിറ്റ് അല്ല, 4 ഡിജിറ്റ് അല്ല, ഏത് ഡിജിറ്റ് ചോദിക്കുകയാണെങ്കിലും എൻ്റെ മക്കൾക്ക് എങ്ങനെ 2 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യുക സാർ പറഞ്ഞുതരാം. ഓക്കെ, അത് മാത്രമല്ല അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക സാർ വേറെ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. ഏതാ അറിയോ? ഏറ്റവും ചെറിയ 1 ഡിജിറ്റ് നമ്പർ, ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ, ഓക്കെ, ഏത് ഡിജിറ്റ് ചോദിക്കുകയാണെങ്കിലും എങ്ങനെ പെട്ടെന്ന് കിട്ടും? ഓക്കെ, എന്താ പറഞ്ഞ്? ഏറ്റവും ചെറിയ ഒറ്റക്ക സംഖ്യ ഏതാ, രണ്ടക്ക സംഖ്യ ഏതാ, മൂന്നക്ക സംഖ്യ ഏതാ, ഏതക്കം ചോദിക്കുകയാണെങ്കിലും എങ്ങനെ 2 സെക്കൻഡോടെ ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ, ഓക്കെ, ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? 1 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ, ഏത് ഡിജിറ്റ് ചോദിക്കുകയാണെങ്കിലും എങ്ങനെ 2 സെക്കൻഡോടെ ആൻസർ ചെയ്യാം. ഓക്കെ, മലയാളംകാർക്കുതാ ഏറ്റവും വലിയ, ഓക്കെ, രണ്ടക്ക സംഖ്യകൾ, മൂന്നക്ക സംഖ്യ, നാലക്ക സംഖ്യ, ഏതക്കം വരികയാണെങ്കിലും പെട്ടെന്ന് എങ്ങനെ ആൻസർ ചെയ്യാം. ഓക്കെ മക്കളെ, സോ ഷോർട്ട് കട്ടുകളൊക്കെ എന്ത് ചെയ്യും? ആദ്യം സാർ നേരെ ആയ വഴി പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവസാനം ഷോർട്ട് കട്ട് പറയുള്ളൂ. ഓക്കെ അല്ലേ? സോ തുടക്കത്തിൽ മക്കളെ ദാ നോക്ക്, ഒറ്റക്ക സംഖ്യകൾ, ഓക്കെ, അതായത് ഒരക്ക സംഖ്യകൾ 1 മുതൽ 9 വരെ ഉണ്ട്. ഓക്കെ, ഏറ്റവും ചെറിയ, അപ്പം മക്കളെ ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ മക്കളെ ആരാ? 1 ആണ് അല്ലേ? ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ 1 ആണ് അല്ലേ? 1 ഡിജിറ്റ് നമ്പർ 1 ആണ്. ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ, രണ്ടക്ക സംഖ്യ മക്കളെ ആരാടാ? 10 ആണ്. ഏറ്റവും ചെറിയ മക്കളെ 3 ഡിജിറ്റ് നമ്പർ, ഓക്കെ, മൂന്നക്ക സംഖ്യ ആരാ മക്കളെ? 100 ആണ്. ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ നോക്കടാ, ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ അല്ലേ, നാലക്ക സംഖ്യ മക്കളെ ആരാടാ? 1000 ആണ്. മക്കളെ അപ്പോ എൻ്റെ മക്കളോട് ഏത് സംഖ്യ ചോദിക്കുകയാണെങ്കിലും, ഓക്കെ, ഏതക്ക സംഖ്യ ചോദിക്കുകയാണെങ്കിലും ഇവിടെ നോക്കടാ, നമുക്ക് ആരൊക്കെ കിട്ടിയേ? 1 അല്ലേ, 10, 100, 1000, ഇങ്ങനെയാണ് അവർ പോകുന്നത് അല്ലേ? ഒരക്കാണെങ്കിൽ മക്കളെ, ഒരക്കാണെങ്കിൽ 1, രണ്ടക്കാണെങ്കിൽ 10, മൂന്നക്കാണെങ്കിൽ 100, നാലക്കാണെങ്കിൽ മക്കളെ 1000. ഇനി അഞ്ചക്കാണെങ്കിലോ? അഞ്ചക്കാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? ഒരു ഒന്നും പിന്നെ മക്കളെ 5 ഒരു 1, 4 0, 1, 2, 3, 4 0. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഇനി എൻ്റെ മക്കളോട് ഏതക്കം ചോദിക്കുകയാണെങ്കിലും, ഏഴക്കം ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യടാ? ഒരു 1 ഇട്ട് വെക്കുക. ഓക്കെ, 1 ഇട്ട് വെക്കുക മക്കൾ, എന്ത് ചെയ്യടാ? 1 ഇട്ട് വെക്കുക. ഇനി ഏക്കാണെങ്കിലോ അതിനൊപ്പം ഒരു 6 0 ഇട്ട് വെക്കുക. ഇനി എട്ടക്കാണെങ്കിലോ 1 ഇട്ട് വെക്കുക മക്കളെ, എന്ത് ചെയ്യുക? 8 - 1 അല്ലേ? എത്ര വരിക? 1. 8 - 1 1 അല്ല കേട്ടോ. ഓക്കെ, 8 - 1 7. ഓക്കെ, 7 0 ഇട്ട് വെക്കുക. ഇനി 16 ചോദിക്കുകയാണെങ്കിലോ ഒരു 1 ഇട്ട് വെക്കുക, 15 0 ഇട്ട് വെക്കുക. കിട്ടിയോ? ഏറ്റവും ചെറുത് കാണാൻ. ഇനി മക്കളെ ഏറ്റവും വലുതോ? അതിലേറെ സിമ്പിളാണ്. ഏറ്റവും വലുത് കാണാൻ അതിലേറെ സിമ്പിളാ. ഓക്കെ, ഏറ്റവും വലിയ മക്കളെ, ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ മക്കളെ 9 ആണ്. എത്രയാണ്? 9 ആണ്. ഇന്ന് നോക്കോട്ടോ, ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ, ഓക്കെ, അതായത് 2 ഡിജിറ്റ് നമ്പർ മക്കളെ എത്രയാടാ? 99 ആണ്. ഓക്കെ, എത്രയാടാ? 99 ആണ്. ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ, ഓക്കെ, മൂന്നക്ക സംഖ്യ മക്കൾ എത്രയാടാ? 999 ആണ്. കിട്ടിയോ? എൻ്റെ മക്കൾക്ക് ഐഡിയ കിട്ടിയോ? നോക്കടാ അല്ലേ? ഒരക്ക എത്രയാടാ? 1 ഡിജിറ്റ് 9 ആണ്. 2 ഡിജിറ്റ് മക്കൾ എത്രയാണ്? 99 ആണ്. 3 ഡിജിറ്റ് മക്കൾ എത്രയാടാ? 999 ആണ്. ഇനി 4 ഡിജിറ്റ് ആണെങ്കിലോ മക്കളെ, 4 ഡിജിറ്റ് ആണെങ്കിലോ 4 9 ഇട്ട് വെക്കുക. ഓക്കെ, എന്താടാ ഷോർട്ട് കട്ട്? 4 1 2 3 4 9 ഇട്ട് വെക്കുക. ഇനി മക്കളെ ഏക്കം ചോദിക്കുകയാണെങ്കിലോ 7 9 ഇട്ട് വെക്കുക. 10 ചോദിക്കുകയാണെങ്കിലോ 10 9 ഇട്ട് വെക്കുക. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഈസി അല്ലേ? സോ എന്ത് ചെയ്തു? അത് കണ്ടു. അതിനുശേഷം മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം അല്ലേ? എത്ര 1 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നോക്കണം. ഓക്കെ, എത്ര 1 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നോക്കണം. ഓക്കെ, അത് സാർ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഷോർട്ട് കട്ട് പറയുന്നില്ല. സാർ എന്ത് ചെയ്യുക? ഫസ്റ്റ് ആദ്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇതുപോലെ അവസാനം എന്ത് ചെയ്യുക? ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നോക്കടാ, എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്? എത്ര ഒരക്ക സംഖ്യകളുണ്ട് മക്കളെ? 1 2 3 4 5 6 7 8 9 10 പിന്നെ രണ്ടക്കായില്ലേ? ഓക്കെ, 1 മുതൽ 9 വരെ 0 കൂട്ടാ. 1 മുതൽ 9 വരെ എത്ര ആൾക്കാരുണ്ടാവും മക്കളെ? 9 ആൾക്കാരുണ്ടാവും. 9 ആൾക്കാരുണ്ടാവും. ഇനി നമ്മൾ എണ്ണ നോക്കാൻ പോണ്.
അതുപോലെ തന്നെ ഇനി എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാവും? എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാവും മക്കളെ? നോക്കിക്കോട്ടോ. നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഒന്നും തുടങ്ങി. ഓക്കെ, 1, 2, 3 ഇങ്ങനെ പോയി 9 എത്തി. 9ന് ശേഷം മക്കളെ 10ൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ 2 ഡിജിറ്റ്. ഓക്കെ, ആദ്യത്തെ രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് അല്ലെ? 10, 11 അങ്ങനെ പോയി മക്കളെ എവിടെ നിൽക്കും? 99 പോയി നിൽക്കും. റെഡിയാണോ അല്ലെ? എന്ത് ചെയ്യും? 1ൽ നിന്ന് തുടങ്ങി. ഓക്കെ, 1, 2, 3 അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും അല്ലെ? 9ൽ എന്ത് ചെയ്യും? 9 കഴിഞ്ഞ ശേഷം 10ൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ രണ്ടക്ക സംഖ്യ തുടങ്ങും. ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ തുടങ്ങി 99 പോയി നിൽക്കും. ഇനി മക്കളെ 1 മുതൽ 99 വരെ എത്ര ആൾക്കാരുണ്ട് അല്ലെ? 1 മുതൽ 99 വരെ എത്ര ആൾക്കാരുണ്ട് മക്കളെ? 99 ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ആൾ 1, രണ്ടാമത്തെ ആൾ 2, മൂന്നാമത്തെ ആൾ 3, അതുപോലെ 99ാമത്തെ ആൾ എന്ത് ചെയ്യും? 99 വരും. ഇതിൽ നമുക്ക് ആരും ആവശ്യമല്ലേ? നമുക്ക് 10 മുതൽ 11, 10, 11 മുതൽ 99 വരെ എത്ര ആൾക്കാരുണ്ട് നോക്കണം. നമുക്ക് ആരാവശ്യമില്ല അതല്ലേ? ഒറ്റക്ക സംഖ്യകൾ മക്കളെ എന്തില്ല? നമുക്ക് ഒറ്റക്ക സംഖ്യകൾ ആവശ്യമില്ല. 1 മുതൽ 9 വരെ എല്ലാ ആൾക്കാരും ആവശ്യമില്ല. എടാ 1 മുതൽ 9 വരെ നമുക്ക് എന്താ അറിയാം? 9 ആൾക്കാരാണ് ഉള്ളത്. മൊത്തമായിട്ട് 99 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, എന്താ പറഞ്ഞേ? മൊത്തമായിട്ട് 99 ആൾക്കാരാണ് ഉള്ളത്. 1 മുതൽ 9 വരെ അല്ലെ? എത്ര? 9 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ മൊത്തം 99 ഈ 9 ആൾക്കാരെ ഒഴിവാക്കിയാൽ ബാക്കി നമുക്ക് വേണ്ട സംഖ്യ കിട്ടൂലേ? അതെങ്ങനെയാടാ കിട്ടുക? മൊത്തം എത്ര ഉണ്ട്? 99 ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് ചെയ്തു? ഈ 9 എടുത്തോണം ഒഴിവാക്കി. ഓക്കെ, 9 എടുത്ത് ഒഴിവാക്കി. അപ്പോൾ 99 - 9 ബാക്കി ഇത്രയും ആളുകൾ ഉണ്ടാവുക. എത്രയാടാ? 90 ആളുകളാണ് ഉണ്ടാവുക. റെഡിയാണോ? ഇതുപോലെ തന്നെ എന്തുണ്ട്? എത്ര 3 ഡിജിറ്റ്. ഓക്കെ, എത്ര 3 അക്ക സംഖ്യകളുണ്ട് നോക്കുക. ഓക്കെ, അതെങ്ങനെ നോക്കുക? ഇതുപോലെ തന്നെയാ കേട്ടോ. ഇതുപോലെ തന്നെ സാർ എന്ത് ചെയ്യാ? പെട്ടെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ. 1, 2, 3 ഇങ്ങനെ പോയി മക്കളെ എന്തുണ്ടാവും അല്ലെ? 99 വരെ ഉണ്ടാവും. 99 ശേഷം മക്കളെ എന്ത് വരുടാ? 100 വരും അല്ലെ? 101 അങ്ങനെ പോയി മക്കളെ എവിടെ നിൽക്കൂടാ അല്ലെ? 999 എന്ത് നിൽക്കുക? നമ്മുടെ 3 അക്ക സംഖ്യ അല്ലെ? 3 ഡിജിറ്റ് നമ്പേഴ്സ് പോയി നിൽക്കുക. 1 മുതൽ 99 വരെ 99 ആൾക്കാരും 1 മുതൽ 999 മക്കളെ എത്ര ആൾക്കാരുണ്ടാവും? 999 ആൾക്കാരുണ്ടാവും അല്ലെ? 1 ഒന്നാമത്തെ ആള്, 2 രണ്ടാമത്തെ ആള്, 3 മൂന്നാമത്തെ ആള്, 999 അല്ലെ? 999 ആള്. ഓക്കെ, ഇനി നമുക്ക് അതിൽ ആരാണ് ആവശ്യം? അല്ലെ? 100 മുതൽ അല്ലെ? 100 അല്ലേ ഒന്നാമത്തെ 3 അക്ക സംഖ്യ? 3 ഡിജിറ്റ് നമ്പർ അല്ലെ? 100 മുതൽ മക്കളെ 999 വരെയുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യം. അപ്പൊ എന്ത് ചെയ്യാ അല്ലെ? പണ്ട് ചെയ്ത പോലെ തന്നെ മക്കളെ എത്ര ഉണ്ടാ? 999 ആളുകളുണ്ട്. അതിൽ നമുക്ക് ഈ 99 ആൾക്കാരെ നമുക്ക് ആവശ്യമില്ല അല്ലെ? 99 ആൾക്കാർക്ക് എന്ത് ചെയ്തു അല്ലെ? ഈ 999 ആൾക്കാർ എന്ത് ചെയ്തു? 999 ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്തു? ഈ 99 ആൾക്കാർ സാർ എന്ത് ചെയ്തു? എടുത്ത് ഒഴിവാക്കുകയാണ്. സോ മക്കളെ എന്ത് ചെയ്യും? മൊത്തം 999 നിന്ന് സാർ എന്ത് ചെയ്തു? ഈ 99 ആൾക്കാരെ എന്ത് ചെയ്തു? എടുത്ത് ഒഴിവാക്കി. മക്കളെ 999 - 99 മക്കളെ എത്ര വരും? 90 വരും. 900 വരും. ഓക്കെ, ആ ഊറ്റത്തിൽ ചെയ്തു പോരാ. ആവേശം കുറച്ച് കൂടി പോയതാ. എത്ര വരടാ? 900 വരും. റെഡി? ഇനി മക്കളെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരം ചെയ്യുക. ഇനി ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. എടാ എത്ര ഒരക്ക സംഖ്യകളുണ്ട്? എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 9. ഓക്കെ, എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട് മക്കളെ? എത്ര 1 ഡിജിറ്റ് ഉണ്ട്? ഓക്കെ, 1 ഡിജിറ്റ് 9. ഓക്കെ, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്. മക്കളെ പറഞ്ഞോടാ, എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 9. എത്ര 2 ഡിജിറ്റ്? ഓക്കെ, രണ്ടക്ക സംഖ്യകൾ ഉണ്ട് അല്ലെ? നമുക്ക് എത്രയാടാ കിട്ടിയത്? 90 കിട്ടിയത്. എത്ര 3 ഡിജിറ്റ് നമുക്ക് അവസാനം കിട്ടിയത്? എത്ര കിട്ടിയടാ അല്ലെ? എത്ര 3 അക്ക സംഖ്യ നമുക്ക് അവസാനം കിട്ടിയതാ? 900. മക്കളെ അങ്ങനെയാണെങ്കിൽ എത്ര 4 ഡിജിറ്റ് ഉണ്ടാവും? ഓക്കെ, എത്ര 4 ഡിജിറ്റ് ഉണ്ടാവൂടാ? എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ആദ്യം 9 ഇട്ട് കൊടുക്കുക. ഓക്കെ, 4 ഡിജിറ്റ് ആണെങ്കിൽ 4 അക്ക സംഖ്യ ആണെങ്കിൽ മക്കളെ 4 - 1 അല്ലെ? 4 1 കുറക്കുക. എത്രയാ? 3. എന്ത് ചെയ്യാ? 3 0 ഇട്ട് കൊടുക്കുക. ഇനി എന്റെ മക്കളോട് ചോദിക്കുകയാണ് എത്ര അല്ലെ? 5 അക്ക ഉണ്ട് ചോദിക്കുകയാണെങ്കിലോ ഒരു 9 ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യാ? 5 1 പോയ എത്ര ഇടന്നാ അല്ലേ? ഒരു 9 ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യടാ? 4 0 ഇട്ട് കൊടുക്കുക. 1 2 3 4. ഇനി എന്റെ മക്കളോട് ചോദിക്കുകയാണ് എത്ര ഏക സംഖ്യ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ? എന്റെ മക്കൾ എന്ത് ചെയ്യാ? ഒരു 9 ഇട്ട് കൊടുക്കുക. 6 0 ഇട്ട് കൊടുക്കുക. സെറ്റ് അല്ലേ? ഷോർട്ട് കട്ട് കിട്ടിയോ? ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഓക്കെ, കോമ്പറ്റീവ് എക്സാംസിനൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ആൻസർ ചെയ്ത് പഠിക്കണം. സെറ്റ് അല്ലേ? അങ്ങനെയാണ് മക്കൾ ഇതുപോലത്തെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്യാറിയോ? നമ്മുടെ സൂപ്പർ ബാച്ചിൽ. ഓക്കെ,
സാർ എന്ത് ചെയ്യുക ഇപ്പോഴത്തെ ഷോർട്ട് കട്ട് എന്ത് ചെയ്തുള്ളൂ അല്ലേ? ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കുറച്ച് ഷോർട്ട് കട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ഷോർട്ട് കട്ടൊക്കെ സാർ എന്ത് ചെയ്യുക സൂപ്പർ ബാച്ചിൽ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക. ഓക്കെ, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യടാ സൂപ്പർ ബാച്ചിൽ കയറുക കേട്ടോ. അവിടെ മക്കളെ ഇപ്പം കയറുകയാണെങ്കിൽ എന്താ അറിയോ നോക്കടാ, ഇപ്പം മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഫൗണ്ടേഷൻ മക്കളെ ഇപ്പം 100% ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മക്കളെ നിങ്ങൾക്ക് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതുപോലെ തന്നെ മക്കൾ അതുപോലെ ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും. പിന്നെ നോക്ക് ഇപ്പം ചേരുന്ന ആളുകൾക്ക് മക്കളെ മാത്സ് ഫൗണ്ടേഷൻ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ഫ്രീ ആണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ഉടനെ തന്നെ കയറുക. ശരിയല്ലേ?